ടു ആദീസ് വ്ളോഗ്സ്. കുരുമുളകിട്ട് വരട്ടിയ നല്ല നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാനിന്ന് വന്നിരിക്കണേ. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതിലേക്ക് ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് മാറ്റി വയ്ക്കുക. ഏതാണ്ട് 1 കിലോൻ്റെ അടുത്ത് വരും കേട്ടോ. ഇതിലേക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളി, അത് ഇത്തിരി കൂടുതൽ വേണം ഒരു ടേസ്റ്റിന്. അതേപോലെ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, 4 വലിയ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ തന്നെ 2 തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇതിലേക്ക് വേണ്ട മസാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മളിത് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറിലേക്ക് നമ്മൾ ആവശ്യത്തിന് ബീഫ് എടുത്ത് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1 ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഇടുന്നില്ല, നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്, 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതേപോലെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലേശം ഇടുക, കുറച്ച് കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞു വെച്ചത്, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അത് മുഴുവനായിട്ടും അങ്ങോട്ട് ഇടുക. അത് കൂടി ഇട്ട് വേവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. ആ ചെറിയ ഉള്ളി ഇടുമ്പോൾ നമുക്ക് ആ ബീഫിൻ്റെ ആ ഒരു കുത്തെടുക്കില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പകുതി മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം പച്ചവെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് നന്നായി കൈ വെച്ച് നന്നായി അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവണ രീതിയിൽ നന്നായി പുരട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായി മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം നമ്മളിത് വേവിക്കാൻ പോവാണ് കേട്ടോ. കുക്കർ അടച്ച് വെച്ച് ഏതാണ്ട് ഒരു 8 വിസിലെങ്കിലും വരണ രീതിയിൽ അത്രയും വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി വേറൊരു കടായി എടുത്ത് അതിൽ നമ്മൾ ആവശ്യത്തിന് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സവാള മൂപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. സവാള അരിഞ്ഞു വെച്ചതൊന്നും നേരത്തെ കാണിച്ചിട്ടില്ല. നേരത്തെ കാണിച്ചത് മുഴുവൻ നമ്മൾ ബീഫ് വേവിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയിരുന്നു. നമ്മൾ കറി ആക്കാനുള്ളതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 വലിയ സവാള നന്നായി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായി ഇത് വഴറ്റി കൊടുക്കുക, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. ഏതാണ്ട് 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തു. അതുപോലെ കുരുമുളക് പൊടി നമ്മൾ നേരത്തെ കാണിച്ചു 2 ടീസ്പൂൺ. അതിൽ 1 ടീസ്പൂൺ മാത്രമേ നമ്മൾ വേവിക്കണയിൽ ഇട്ടിട്ടുള്ളൂ. ബാക്കി കുരുമുളക് പൊടി നമ്മൾ ഈ ഗ്രേവി ആക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും മസാല മതി. ബാക്കിയെല്ലാം നമ്മൾ വേവിക്കണയിൽ ചേർത്തിട്ടുണ്ടല്ലോ. ഇതിൽ മെയിൻ സാധനം കുരുമുളക് തന്നെയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മൊത്തമായിട്ട് നമ്മൾ വെള്ളമൊന്നും വേറെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലതായിട്ട് വെള്ളം വന്നു. അതിൽ ആ വെള്ളത്തോട് തന്നെ ഗ്രേവിയോട് കൂടി തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വെന്തു കേട്ടോ. ഏതാണ്ട് ഒരു 8 വിസിലോളം വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നന്നായിട്ട് വെന്തു. അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ വേവിൻ്റെ കണക്ക്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിക്കുക.
ഇതിപ്പോൾ ഏതാണ്ട് ഒരു 8 വിസിലോളം വന്നു, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായി ഇത് തിളച്ച് തുടങ്ങിയിട്ട് നമുക്ക് നന്നായിട്ടത് കുറുകി വറ്റി വരണം. നമ്മൾ റോസ്റ്റാണല്ലോ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇതേ നമ്മൾ ലേശം ടേസ്റ്റിന് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നാളികേരക്കൊത്തും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായി വെന്ത് ഫ്രൈ ആയി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി. അങ്ങനെ നമ്മുടെ കുരുമുളക് ഇട്ട് വരട്ടെ നാടൻ ബീഫ് റോസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ പ്രത്യേകം എടുത്ത് പറയണം. അതുകൊണ്ട് തന്നെ ബീഫിൻ്റെ കുത്തൊന്നും അങ്ങനെ അറിഞ്ഞേർന്നില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ നാടൻ ബീഫ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.